തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് LDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. LDF ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുവെന്നും വരും ദിവസങ്ങളിൽ മണ്ഡല കൺവെൻഷനുകളടക്കം നടത്തി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ഊർജ്ജസ്വലമാക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ദേവികുളം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയായി സഖാവ് A. രാജ മത്സരിക്കും. രാജ്യം വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ട് എല്ലാവിധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 2011 മുതൽ 16 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഫലം സ്വീകരിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനം പാലിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്ന കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ടായിരുന്നു. അതിലൊന്ന് ഏറ്റവും പ്രധാനമായും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മൂന്നാർ മേഖലയിൽ ജനത അനുഭവിക്കുന്ന ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടി 65 കോടി അനുവദിച്ചു. അതിനുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മേഖലയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസം വർദ്ധിച്ചു വരുന്ന പ്രദേശത്ത് ഇവിടെ ട്രാഫിക് പ്രശ്നങ്ങൾ വരുന്നതായിരുന്നു. അതിനൊരു ഫ്ലൈ ഓവർ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. അതിന് ഇന്നലെ പ്രത്യേകമായ ക്യാബിനറ്റ് ചേർന്നതിന് പ്രത്യേകമായ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന സങ്കീർണമായ ഭൂപ്രശ്നങ്ങളാണ്. കോൺഗ്രസ് നേതൃത്വം 2010 കോടതി വിധിയിലൂടെ വാങ്ങിയെടുത്ത ആ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി എല്ലാ വിഷയവും പരിഹരിച്ചു. അപ്പോൾ നല്ല ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെട്ടു. നല്ല ആത്മവിശ്വാസത്തോടെയാണ് പോകുന്നത്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ രാജിവെക്കും. ഉടുമ്പൻചോല മണ്ഡലത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയചന്ദ്ര സാറാണ് മത്സരിക്കുന്നത്. അവിടെ ജയചന്ദ്രാവ് 18 വർഷക്കാർ 3 ടേം MLA ആയിരുന്നു. വളരെ പ്രശംസനീയമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള അംഗീകാരത്തോടെയാണ് ജയചന്ദ്ര സാറോട് മത്സരിക്കുന്നത്. ജയചന്ദ്ര സാവ് നല്ല ഭൂരിപക്ഷം ഉപയോഗിക്കും. കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിനാണ്. ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ഈ മുന്നണിയുടെ ഏറ്റവും 3ാമത് മന്ത്രി എന്ന രൂപത്തിൽ നന്നായി പ്രവർത്തനം നടത്തിയതാണ്. CPIയുടെ സ്ഥാനാർത്ഥിയാണ് അവർ പ്രഖ്യാപിക്കപ്പെട്ട് ഔദ്യോഗികമായി സലിംകുമാറിനെ പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള പ്രവർത്തകന്മാർക്ക് യാതൊരുവിധ അനിശ്ചിതത്വമില്ലാതെ നാളെ മുതൽ ഇന്നയാളാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കാം. അതനുസരിച്ച് പ്രവർത്തനത്തേക്ക് മുന്നോട്ട് പോകാം.